കിഴക്കമ്പലത്തേക്ക് വന്നപ്പോൾ കണ്ടൊരു പേര് കണ്ണൻ എന്നാണ്. കണ്ണന് സ്വാഗതം എന്നാണ് കണ്ടത്. കളിക്കളത്തിൽ സുഹൃത്തുക്കൾ വിളിക്കുന്ന പേരെന്താണ്? ശ്രീ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഇപ്പൊ എല്ലാവരും ശ്രീബായി എന്ന് വിളിക്കത്തുള്ളൂ. കാരണം എന്നെക്കാളും 10 വയസ്സിന് ഇളയവരാണ് ഇപ്പൊ എല്ലാവരും. ഭയങ്കര സീനിയർ ആയി പോയി. അതെ, ഒത്തിരി സീനിയർ ആയി പോയി. കാരണം പണ്ട് ക്യാമ്പിൽ ചെല്ലുമ്പോൾ ഞാൻ ഏറ്റവും ചെറിയൊരു കുട്ടിയായിരുന്നു. അപ്പം ഇന്ന് അതിനേക്കാളും എന്നെക്കാളുള്ള 3ാമത്തെ തലമുറയാണ് ഇപ്പൊ എന്റെ കൂടെ കളിക്കുന്നവർ കൂടുതലും. അപ്പം എല്ലാവരും ഒന്നല്ലെങ്കിൽ ഭായ് സാവെന്നോ അല്ലെങ്കിൽ ശ്രീബായി എന്ന് മാത്രമേ ഇപ്പൊ വിളിക്കാറുള്ളൂ. അത് ശരി. അങ്ങനെ ഒരു പ്രൊമോഷൻ സത്യത്തിൽ ഗ്രൗണ്ടിൽ കിട്ടിയിട്ടുണ്ട് ശരിക്കും? ഇല്ല, ഗ്രൗണ്ടിൽ ഞങ്ങൾ കൂടുതലും ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു സീനിയാരിറ്റി ഒരിക്കലും വെക്കാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പറ്റുന്ന കാര്യമില്ല. അതെ, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സീനിയാരിറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു പ്ലെയറിനെ പോലും നമ്മളോട് വന്ന് വളരെ കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്ലെയറിനെ എന്നെ ഗ്രൗണ്ടിൽ ശ്രീ എന്ന് വിളിക്കണമെങ്കിൽ അവർ ആലോചിക്കും, അയ്യോ സീനിയർ ആണല്ലോ, വിളിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പുറത്തുവാണെങ്കിലും അവരോട് സംസാരിക്കുന്നു, തമാശ പറയുന്നു, ഒന്നിച്ച് പുറത്തു പോയി ഫുഡ് കഴിക്കുന്നു, എന്താ പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കംഫോർട്ട് സോൺ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഈ യങ്സ്റ്റേഴ്സുമായിട്ടുള്ള ഫിറ്റ്നസ്സിലെ കോമ്പറ്റീഷൻ നടത്തിയ ഒരു എക്സ്പീരിയൻസ് പറയാം. കാരണം ഞാൻ ഇടയ്ക്ക് ധോണിയുടെ ഒക്കെ കണ്ടിട്ടുണ്ട്. ധോണി കൊച്ചു പിള്ളേരെ ഓടി തോപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാനും ശ്രീ എന്ന് വിളിക്കാം. ശ്രീജേഷിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതലും ഫിറ്റ്നസിന് ഡിഫറൻസ് വരും. കാരണം പ്ലെയേഴ്സ് എന്ന് പറയുന്നവർ എപ്പോഴും ഓടിക്കളിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് നമ്മളെക്കാളും ഫിറ്റ്നസ് കൂടുതലാണ്. പക്ഷെ എന്ന് പറഞ്ഞാലും ഇത്തവണ നമുക്ക് ബീപ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പം സാധാരണ ഈ വിരാട് കോഹ്ലിയൊക്കെ 19 ഓടി കഴിയുമ്പോഴത്തേക്കൊക്കെ 23.8 അതിൻ്റെ ഹയസ്റ്റ്. അപ്പം 19 ഓടി എന്ന് പറയുന്നത് തന്നെ നാഷണൽ മീഡിയയിൽ ഒരു വലിയൊരു ന്യൂസാണ്. പക്ഷേ ഹോക്കി ടീമിൻ്റെ ഒരു ഗോൾ കീപ്പറായി എൻ്റെ ഹയസ്റ്റ് 23.3. അപ്പം അത് കഴിഞ്ഞ് ഹോക്കി ടീമിലെ പല പ്ലേയേഴ്സും ഇത്തവണ ഒളിമ്പിക്സിന് പോകുന്നതിനൊക്കെ മുൻപ് ഏകദേശം ഒരു 10-12 പ്ലേയേഴ്സ് ഈ 23.8 എന്നുള്ളൊരു സംഗതി തീർത്തിട്ട് ഇത് ബീപ് ടെസ്റ്റും കഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഞങ്ങളുടെ മോർണിംഗ് സെഷനും ചെയ്യും. നിങ്ങളൊരു വീഡിയോ ഇങ്ങിതാപ്പാ, നമ്മള് വിരാട് കോഹ്ലിയും ധോണിയൊക്കെ തോപ്പിച്ച് കാണിച്ചു തരാം, വൈറലാകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കൽ ഈ ഒരു ഫംഗ്ഷൻ ഒരു യുവരാജ് സിംഗിന്റെ ഒരു റാം വാക്കിന് പോയിട്ടുണ്ടായിരുന്നു. അവരുടെ യുവരാജ് സിംഗിന്റെ ഒരു ഒഫീഷ്യൽ ഔട്ട്ലെറ്റ് ഇത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ. അപ്പൊ അന്ന് ഞാൻ അവിടെ ഇപ്പോൾ ഇഷാന്ത് ശർമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരിരുന്നപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക്, അപ്പൊ ഇഷാന്ത് ശർമ്മ പറയാണ് നാളെ ഒരു ടഫ് ഡേ ആണ് എനിക്ക്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു നാളെ ഇതുപോലെ നമ്മുടെ ബീപ് ടെസ്റ്റ് ഉള്ള സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എത്രയാണ് ഓടുന്നത്? ഓ ഞങ്ങൾ ഫാസ്റ്റ് ബോളേഴ്സ് അല്ലേ, ഞങ്ങളൊരു 17-18 ഓടണം. ഭയങ്കര ഞാനിങ്ങനെ ഞാനിങ്ങനെ മിണ്ടിയില്ല. അപ്പം ഇഷാന്ത് ശർമ്മ മുമ്പിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പുള്ളിയെ നോക്കി എനിക്ക് ചിരിച്ചപ്പോൾ ഞാൻ ചിരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നിട്ടോ? അപ്പൊ പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ നാളെ രാവിലത്തെ സെഷൻ. അതായത് ഈ ഒരു ബീപ് ടെസ്റ്റ് ഓടുന്നു, അത് കഴിഞ്ഞ് ബ്രേക്ക് ആണ്, അത് കഴിഞ്ഞ് റൂമിൽ പോയിട്ട് പിന്നെ വൈകുന്നേരം സെഷൻ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഭായ് ഞങ്ങളുടെയൊക്കെ അവിടെ ഈ ബീപ് ടെസ്റ്റ് തീരും, ഇവന്മാരിത് ഓടിച്ചത് തീരും, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ട്രെയിനിങ്ങും ഉണ്ട്, അതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ റൂമിൽ പോകത്തുള്ളൂ. അപ്പം അവർ നോക്കിയിട്ട് നിങ്ങൾ ഹോക്കിക്കാരല്ലേ, അങ്ങനെ ആവുള്ളൂ. പിന്നെ ഒന്നും പറഞ്ഞില്ല, പിന്നെ ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചില്ല. അപ്പം ഉറപ്പായിട്ടും യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് നമ്മൾ പ്രായം കൂടുന്നതോറും ഡയറ്റിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ എക്സ്ട്രാ വർക്കൗട്ട് ചെയ്യേണ്ടി വരും. എക്സ്ട്രാ വർക്കൗട്ട് മാത്രമല്ല എക്സ്ട്രാ സ്ട്രെച്ചിങ്ങും ചെയ്യേണ്ടതായിട്ട് വരും. കാരണം റിക്കവറി നമ്മുടെ ഫിറ്റ്നസിനോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ റിക്കവറി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്.